സഹോദര സഹോദരി, എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്തിനാ? നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിങ്ങൾ കിടന്നുറങ്ങാതെ പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്ക്. ഇങ്ങനെ പാതിരാത്രി സുബഹിന്നില്ല ഓർന്നില്ലാതെ അശ്രദ്ധരായി നടക്കുന്ന ജനങ്ങളെ, നിങ്ങൾ എഴുന്നേറ്റ് പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യുക. നിങ്ങളെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാ. നിങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് മുസ്ലിമിന്റെ അടയാളവും ഇല്ലല്ലോ. നിങ്ങൾ എവിടെയാണ് മുസ്ലിം എന്ന് പറയുന്ന ചിഹ്നം നിങ്ങൾക്ക്? നിങ്ങൾ എവിടെയാണ് മുസ്ലിം എന്ന് പറയുന്ന ഒരു അടയാളം നിങ്ങൾക്ക്? അതുകൊണ്ട് എഴുന്നേൽക്ക്, പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യുക. ഉറങ്ങിക്കിടക്കുന്നവരെ, എനിക്ക് നിങ്ങളെ ഓർത്തുകൊണ്ട് വല്ലാത്ത അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ, ഇതാണ് മഹാനായ റബിയ ഈ പെണ്ണിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നതെന്ന് പറയേണ്ട താമസം. നാളെ സ്വർഗത്തിൽ എനിക്ക് വരനായി വരുന്നവരെ, നാളെ സ്വർഗത്തിൽ എന്റെ ഭർത്താവായി വരുന്നവരെ, എനിക്ക് ഖുർആനിന്റെ ഒരു വചനം എനിക്ക് കേൾക്കണം, എനിക്ക് അല്പം ഖുർആൻ ഓതി തരൂ എന്ന് പറയുമ്പോ മഹാനായ റബിയത്ത് ബിൻ ആസ് റഹ്മത്തുള്ളാഹ് സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതാ തുടങ്ങി. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് ഇങ്ങനെ സൂറത്ത് ഇങ്ങനെ ഓതി ഓതി അതിന്റെ അവസാന മധ്യഭാഗത്തിലേക്ക് എത്തി. ഇന്നലദൈനാ അങ്കാരം വജഹീമാ വതആമൻ ദാ ഉസ്സത്തിൻ വഅദാബൻ അലീമാ. നരകത്തിൽ കുടുക്ക് ചങ്ങലകളുണ്ട്, നരകത്തിൽ ഭയാനകരമായ ശിക്ഷകളുണ്ട്. തൊണ്ടയിൽ കുടുങ്ങുന്ന മുള്ളുകൾ പോലുള്ള ഭക്ഷണങ്ങളുണ്ട്, തൊണ്ടയിൽ കുടുങ്ങുന്ന മുള്ള ഭക്ഷണങ്ങളുണ്ട്, അദാബുകളുണ്ടെന്നുള്ള അർത്ഥം വരുന്ന ആയത്തെത്തിയപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ റാബിയത്തുൽ അദബിയ ഹൃദയം പൊട്ടിതാ വീഴുകയാണ്. ഒറ്റ ശബ്ദം കേട്ടതാ തളർന്ന് ഭൂമിയിലേക്ക് വീണുപോയി. മഹാനായ റബിയത്ത് ബിൻ ആസ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയി.